العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق رسول الله صدق الله العلي العظيم. وقال حبيبنا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് അവൻ്റെ പള്ളിയിൽ റബീഉൽ അവ്വൽ 2-ാം രാവ് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്താൽ വരും ദിനങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പഠന മജ്‌ലിസ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളും ഇന്നു മുതൽ ഇതിന് പുറമെ ഈ ക്ലാസ്സിന് പുറമെ അവരുടെ മറ്റ് സബക്കുകൾ, വളരെ പ്രധാനപ്പെട്ട സബക്കുകൾ മാത്രം 1-ഓ 2-ഓ ഓരോ ബാച്ചിനും ഒരു സബക്ക് മാത്രം നടത്തി ബാക്കിയുള്ള സമയങ്ങളിൽ 12 ദിനങ്ങളിൽ അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠന വിധേയമാക്കാനുള്ള സമയങ്ങളാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. 2 ഗ്രൂപ്പുകളായി ഓരോ ദിനവും രാവിലെയും രാത്രിയും 9:30 to 10:30, രാവിലെ 8:30 to 9:30 ഈ സമയങ്ങളിലായി ഒരു ഗ്രൂപ്പിൽ 7 അംഗങ്ങളായി പ്രത്യേകമായ ഒരു സെമിനാർ അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓരോ സെമിനാറിലും ഓരോ വിഷയങ്ങളെ വെച്ച് വളരെ ആഴത്തിൽ ഇറങ്ങി പഠനം നടത്തി അത് അവതരിപ്പിച്ച് കൂടുതലായി അല്ലാഹുവിൻ്റെ ഹബീബിനെ അറിയാനുള്ള ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം മുത്തുനബിയോട് മഹബത്ത് കിട്ടാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ. ഈ സദസ്സ് നിങ്ങളെല്ലാവരും വരും ദിനങ്ങളിൽ ഉപയോഗപ്പെടുത്തണം. ഇന്നുള്ളവർ നാളെയും മറ്റു ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും വരണം. ആമുഖം കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. വാക്ക് കൊടുത്താൽ നിർത്തുന്നതാണ് ഇന്നലത്തെ കരാർ. അസമജിക്കലിന ചോദിക്കും, വാക്ക് കൊടുത്തില്ലേ? ഏതായാലും എത്ര പറഞ്ഞാലും തീരൂല. നമുക്ക് കഴിയുന്നത്ര പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദ എഴുതാൻ വേണ്ടി
ഒരു ദിവസം കടലിന്റെ തീരത്ത്, വലിയ സമുദ്ര തീരത്തിൽ ഇരുന്നപ്പോൾ ഒരു പക്ഷി വന്നു. എന്നിട്ട് ആ കടലിൽ, ആ സമുദ്രത്തില് പോയി തന്റെ കൊക്കുകൊണ്ട് ഒരിറ്റു വെള്ളം മുക്കിയെടുത്ത് അത് കരയിൽ വന്നിട്ട് ആ വെള്ളം ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ ചിലതങ്ങനെയാണല്ലോ, ചിന്തിക്കാനുള്ളവർക്ക് ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവും. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അതിൻ്റെ ഒരുപാട് പാഠം പഠിച്ചു. ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ വലിയ സമുദ്രത്തിൽ നിന്ന് ഒരിറ്റു വെള്ളം ഈ പക്ഷി എടുക്കും പോലെ ഞാനിപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ വിഷയത്തിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് എനിക്ക് എവിടെയും എത്തിക്കാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളം അത്ര പോലും എനിക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് പാഠം പഠിക്കുകയാണ്. അതങ്ങനെ തന്നെയാണ്. ഏതായാലും ആ ഭാഗത്തേക്കല്ല ഞാൻ കിടക്കുന്നത്. വിജിരിയ എന്ന ഒരു കാവ്യ സമാഹാരം, അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് എത്ര വരിയാണോ ആകുന്നത് അത്ര നമുക്ക് പഠിക്കാം. ഖസീദത്തുൽ ബുർദ നാം കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അൽ ഖസാഇദുൽ വിജ്നിയ എന്നാണ് നിങ്ങൾക്കിപ്പോ പേപ്പർ കിട്ടിയത്. അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല, തിരിച്ചു തരണം. നാളെ മണി തരും. അപ്പൊ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ടീച്ചറിട്ട് കൊണ്ടുപോകണം, അതിങ്ങോട്ട് തരണം. അതിന്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. ഇനി അഥവാ ആരെങ്കിലും പെട്ടെന്ന് പോകുന്നവരെ ഏൽപ്പിച്ചിട്ട് പോയാലും മതി, ടീച്ചറിട്ട് കൊണ്ടാകും. അപ്പൊ അൽ ഖസാഇദുൽ വിജ്നിയ അതാണ് ഈ പദ്യ സമാഹാരത്തിന്റെ പേര്. അങ്ങനെ പേര് വരാൻ കാരണം ഖസാഇദ് എന്നുള്ളത് ഖസീദ എന്നതിന്റെ ബഹുവചനാണ്. ഖസീദ എന്നതിന്റെ ബഹുവചനാണ്. ഖസീദ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖസീദ, ഖസീദന്റെ നേരെ അർത്ഥം, ഖസീദ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർത്തിയാക്കുന്ന തുടക്കവും അവസാനവുമുള്ള ബൈത്തുകളുടെ സമാഹാരത്തിനാണ് ഖസീദ എന്ന് പറയാം. അർത്ഥം വേണം. അങ്ങനെ തുടക്കവും ഒടുക്കവും ഉള്ള ബൈത്തുകളുടെ ഒരു വലിയ കൂട്ടം, അതിനാണ് ഖസീദ എന്ന് പറയാം. ഇവിടെ അൽ ഖസാഇദുൽ വിജ്നിയ എന്നാണ് പറഞ്ഞത്. അപ്പം ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചത്. അതിന്റെ കാരണം അങ്ങനത്തെ കുറെ ഖസീദകൾ, ധാരാളം ഖസീദകൾ ഉള്ളത് കൊണ്ടാണ്. ഈ വിജ്നിയയിൽ ധാരാളം ഖസീദകൾ ഉള്ളത് കൊണ്ടാണ് അൽ ഖസാഇദ് എന്ന് പേര് പറയാനുള്ള കാരണം. വിജ്നിയ എന്നെന്തുകൊണ്ട് പേര് പറഞ്ഞു? ഇത് അറബി അക്ഷരമാലയിലെ 29 അക്ഷരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ബൈത്തുകൾ മുഴുവൻ ഉണ്ടാക്കിയത്. 29 അക്ഷരങ്ങൾ. അതിലാദ്യം ഹംസ കൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് കിട്ടിയ പേപ്പറിൽ കാണാൻ കഴിയും. മുസല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഓരോ വരിയും തുടങ്ങുന്നത് ഹംസ കൊണ്ടാണ്. അറബി അക്ഷരമാല ആദ്യ ഹംസയാണല്ലോ. ഹംസ കൊണ്ട് തുടങ്ങിയാൽ ഹംസ കൊണ്ട് തന്നെ ആ ബൈത്ത് അവസാനിപ്പിക്കും. അത് ഈ ബൈത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഹംസ കൊണ്ട് തുടങ്ങുന്ന ബൈത്ത് എത്ര ഉണ്ടാവും? 21 ബൈത്തുകൾ ഉണ്ടാവും. ബാ കൊണ്ട് തുടങ്ങുന്ന ബൈത്തുകൾ 21 ഉണ്ടാവും. ബാ കൊണ്ട് തുടങ്ങിയാൽ ബാവുമ്മലാണ് പിന്നെ അവസാനിപ്പിക്കുക. താ കൊണ്ട് തുടങ്ങിയാൽ താവുമ്മലാണ് പിന്നെ അവസാനിപ്പിക്കുക.
താ കൊണ്ട് തുടങ്ങുന്നതും 21 ബൈത്തുകൾ ഉണ്ടാവും. പറയുന്ന മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുക. അപ്പൊ എല്ലാം 21 ഒറ്റയാണ്. 21 ഒറ്റാണ് വിത്രിസ്കാരം ഒറ്റ. അതുകൊണ്ടാണ് ഇതിന് വിത്തിരിയ എന്ന പേര് വരാനുള്ള കാരണം. ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് വിത്തിരിയ എന്ന് പറഞ്ഞത്? കസീദ എന്ന് പറഞ്ഞാൽ എന്താണ്? കസായിദ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അപ്പോ 21 വരികളാണ് ഓരോ അക്ഷരങ്ങൾക്കും ഉണ്ടാകുന്നത്. പക്ഷെ മീമ് കൊണ്ട് തുടങ്ങുന്ന ആ അക്ഷരങ്ങളുടെ കസീദക്ക് 21 അല്ല 22 വരികൾ ഉണ്ടാവും. അതിന് കാരണം പറയുന്നത്, ഒന്ന് മീമ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട അക്ഷരമാണ്. അതിനൊന്നുകൂടി എക്സ്ട്രാ 22 ബൈത്ത്. ബാക്കിയൊക്കെ 21 ബൈത്തുകളാണ് ഉണ്ടാവുന്നത്. രാമൊന്ന് പറഞ്ഞു വെച്ചതാണ്, ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്ന. ഇതാണ് അൽ ഖസാഇദുൽ വിത്രിയ. ഇനി ഇതാരാണ്? ഈ വിത്രിയ എന്ന പേരുള്ളത് കൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ പരിശുദ്ധ റമദാനിൽ വിത്ർ നിസ്കാരത്തിന് ശേഷം ഓരോ ഖസീദകൾ ഹംസ കൊണ്ട് തുടങ്ങുന്നത് ആദ്യത്തെ ദിനം ചൊല്ലും, ബാ കൊണ്ട് തുടങ്ങുന്നത് രണ്ടാമത്തെ ദിവസം ചൊല്ലും. ഇങ്ങനെ റമദാൻ കഴിയുമ്പോഴേക്ക് വിത്രിയ പൂർണ്ണമായി വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ജമാഅത്തായി എല്ലാവരും ചൊല്ലാറുള്ള ഒരു കാലം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാര് പറയും. ഏതായാലും ഇതാരാണ് ഉണ്ടാക്കിയത് അതുകൂടി പറയണം. വിത്രിയ എന്ന് പറയുന്ന ഈ മഹത്തായ കാവ്യ ശകലം ഉണ്ടാക്കിയത് മഹാന്റെ പേര് മുഹമ്മദ് എന്നാണ്. അല്ലാഹു അവരുടെ നോട്ടം ഈ മജ്‌ലിസിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഓമന പേര് അബൂ അബ്ദില്ലാഹ് എന്നാണ്. അവരുടെ സ്ഥാന പേര് മജ്ദുദ്ദീൻ എന്നാണ്. അവരുടെ ഉപ്പാന്റെ പേര് അബൂബക്കർ എന്നാണ്. വെല്ലുപ്പാന്റെ പേര് റഷീദ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന് റഷീദി എന്നും ഈ ബൈത്തിന്റെ പേര് പറയപ്പെടാറുണ്ട്. മഹാനവറുകളെ കുറിച്ച് വിത്തിരി എന്നും മഹാനവറുകളെ കുറിച്ച് പറയപ്പെടാറുണ്ട്. ബാഗ്ദാദിലാണ് മഹാനവറുകൾ വഫാത്തായി മറവിട്ട് കിടക്കുന്നത്. കുറെ കാലം മുൻപേ ഉള്ള മഹാനാണ്, അടുത്തുള്ള ഒന്നല്ല. ഹിജറ 662. ഇതിപ്പോ നമ്മളെ ഹിജറ 1400 ചില്ലറയാണ്. മഹാനവറുകൾ വഫാത്തായത് ഹിജറ 662 വഫാത്ത്. എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവരുടെ എല്ലാം കാലഘട്ടക്കാരനാണ്. അപ്പൊ എത്രയോ കാലം മുൻപേ എഴുതി വെച്ച ഒരു ഖസീദയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മദ്ഹബുകാരനും കൂടിയാണ്, ഒന്നുകൂടി റാഹത്തായ കാര്യം. ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ശാഫിഈ മദ്ഹബുകാരനാണ്. മാത്രമല്ല നല്ല വാഹിദായിരുന്നു, നന്നായി വഅദ് പറയാൻ, ലുഗത്തിൽ ഭാഷാപരമായി വലിയ കഴിവുള്ള മഹാനായിരുന്നു ഈ ഗ്രന്ഥത്തിന്റെ മുസന്നിഫാകുന്ന ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു. പലവിധ കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് മഹാനായ ഈ മുസന്നിഫ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിനത്തിൽ, ഒരു ദിവസത്തിൽ കണ്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളും വേണ്ട പോലെ ആയാ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം മറയുള്ളത് കൊണ്ടാണ്, ലോക്ക്ഡൗൺ ആയപ്പോൾ നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടില്ല. അതുകൊണ്ടാണ് തടസ്സമുള്ളതുകൊണ്ടാണ് പോകാനാണ്. റോഡുമെല്ലാം തടസ്സം വെച്ചില്ലേ, അവിടെ എവിടെ പോകാനാവില്ല. തടസ്സം നീക്കിയപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും പോകാനായില്ലേ. അതൊക്കെ തടസ്സാണ്, ഒരുപാട് തടസ്സമുണ്ട് നമ്മളെ ഇടയിൽ. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് വലിയ മഹാനാണ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റൂല. അതിന്റെ ഇടയിൽ കുറെ തടസ്സങ്ങളുണ്ട്. ആ തടസ്സമെല്ലാം അങ്ങനെ നീങ്ങിയ പിന്നെ ഒന്നും നോക്കണ്ട. മഹാന്മാരൊക്കെ ഡെയിലി
അങ്ങനെ കാണുന്നിടത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. ആ എത്തിയതിൽപ്പെട്ടതാണ് ഈ ഗ്രന്ഥത്തിന്റെ മുസന്നിഫ്. മഹാനവറുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു, നന്നായി കണ്ടു. കാണുമ്പോൾ നല്ല സന്തോഷമുള്ള മുഖത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസന്നമായ മുഖം. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഒരു ഏടുണ്ട്, ഒരു ഗ്രന്ഥം. നോക്കുമ്പോ അത് വിത്തിരിയയുടെ ഗ്രന്ഥമാണ്. മുസന്നിഫാണ് ഇത് കാണുന്നത്. ഇതേ അവസ്ഥ ബുർദക്കും കിട്ടിയിട്ടുണ്ട്. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എഴുതി 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 ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ ഇൽമിന്റെ അങ്ങേയറ്റം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അല്ലാഹുവിന്റെ ഹബീബ് ബശറ, മനുഷ്യനാണ്, മലക്കൊന്നല്ല. പക്ഷെ അടുത്തത് എന്തു പറയും ഒരു പിടുത്തവും ഇല്ല, പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. മനാമിലൂടെ വന്നില്ലേ, എന്താ ഒന്നും എഴുതാത്ത നിർത്തിക്കിടന്ന നബിയെ കിട്ടുന്നില്ല, നബിയെ ഞാൻ എന്താക്കാനാ, ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തു. അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അതാണ് നമ്മൾ ഇപ്പൊ ബുർദയിൽ ചെല്ലുമ്പോൾ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ ഖൈറിൽ ഖൽഖി അതൊക്കെ നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത വചനാണ്. അപ്പൊ മഹാന്മാർക്ക് അങ്ങനെ കാണാൻ കഴിയും. നമ്മളും ആ നിലക്ക് ആയി കിട്ടണം. അല്ലാഹു ഈ മജ്‌ലിസൊക്കെ അതിന് കാരണാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇമാം ഷാരാനി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ചില മഹാന്മാര് റബീഉൽ അവ്വലൊന്നും ആകണമെന്നില്ല, ഒരു ദിവസം 30,000 സ്വലാത്ത് ചൊല്ലും. ചില മഹാന്മാര് 40,000 കൊല്ലത്തിലൊരിക്കലല്ല, എല്ലാ ദിവസവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോൾ അവർക്ക് 3 ദിവസമാകുമ്പോ 1,00,000 സ്വലാത്തായി. നമ്മൾ 3 ദിവസമാകുമ്പോ കൂടി വന്ന 100 വട്ടം ചെല്ലിയ 300, അവർക്ക് 1,00,000. അവരെ ശമ്പളമൊക്കെ അതാണ്. നല്ല കമ്പനിയിൽ ജോലി മാസത്തിൽ 1,00,000 ആവുമ്പോ ഇപ്പറോ ഒരു മാസം കൊണ്ട് ചില ആൾക്ക് 10,000 രൂപ, 15,000 രൂപ, അങ്ങനെയല്ല. അവരിതിലേക്കാ നോക്കുക. അവരിങ്ങനെ സമ്പാദിക്കുകയാണ്, ഭാര്യ കോരി ഉണ്ടാക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 30,000 നിങ്ങൾ എന്തായാലും ചെല്ലൂല. ദിവസം 100, 200, 300 കുറച്ചെങ്കിലും കൂട്ടിയിട്ട് റബീഉൽ അവ്വൽ അങ്ങനെ ഒന്ന് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴെല്ലാം സ്വലാത്ത്. അതാണ് നമ്മളെ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനവറുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ വിത്തിരി എന്ന ഗ്രന്ഥം കണ്ട്. കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പല മഹാന്മാരും. നബി തങ്ങൾ അവർക്ക് ഇങ്ങനെ കൈമാറുകയാണ് ഈ ഗ്രന്ഥം. കൊടുത്തിട്ട് പറയാണ്, നോക്ക് എന്താണ് അതിന്റെ രസം, എന്തൊരു എഴുതിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് അംഗീകാരം കൊടുക്കുന്നു, അതിന് എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുന്നു. മദീനത്തെ പള്ളിയിൽ നല്ല മൗലിദിന്റെ ദിവസം നടക്കാറുണ്ട്. എന്നിട്ട് പ്രത്യേകം ഷാൾ അണിയിച്ചു കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനൊക്കെ വേണം. മുത്തുനബിയുടെ മാസം വരുമ്പോ നമ്മൾ പ്രത്യേകമായി പള്ളിയൊക്കെ ഒന്ന് അലങ്കരിക്കണം. ഇനിയും പുറത്ത് ബൾബ് വന്നിട്ടില്ല, ലൈറ്റ് വരണം. ഇന്നലെ ഈ നാട്ടിലെ ഏതെല്ലോ വീടുകളിൽ നിന്ന് ലൈറ്റ് ഇട്ട എന്റെ ഫോട്ടോയിൽ എനിക്ക് PM അയച്ചാൽ അത് വേണം. നല്ല എല്ലായിടത്തും ലൈറ്റ് വേണം. നമുക്കൊരു സന്തോഷം ഉണ്ടാവും. കല്യാണത്തിന് അന്നല്ലേ ലൈറ്റ് എല്ലാം ഭാര്യക്ക് വരി വെക്കുക, അത് സന്തോഷമല്ലേ. നമുക്ക് ഏറ്റവും സന്തോഷം അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച അതൊരു മഹല്ലിന്റെ എല്ലാമാണ്. അത് നമ്മൾ എത്ര സ്നേഹിക്കുന്നോ അത്ര നമുക്ക് ബർക്കത്തുണ്ടാവും. മദീനയിൽ നിന്നൊരു നോട്ടം, എല്ലാത്തിന്റെ ഹെഡ്, എല്ലാ മഹല്ലിന്റെയും ഹെഡ് പോയി കിടക്കുന്നത് മദീനയാണ്. അവിടെയാണ് ആദ്യത്തെ മഹല്ല്, മുത്തുനബിയുടെ മഹല്ല്. അവിടുന്നാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അതിന്റെ ബാക്കിയാണ് എല്ലാ മഹല്ലുകളും. അപ്പൊ തങ്ങളെ ഒരു മാസം വരുമ്പോ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹല്ലിന്റെ പള്ളിയാണ്. ആ പള്ളിയിൽ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഇന്ന് വന്നിട്ടില്ല, നാളെ എന്തായാലും വരണം. കമ്മിറ്റിക്കാരും അതിന് കമ്മിറ്റിയൊന്നുമില്ല, എല്ലാവരും അതിൽ ആരായാലും എന്റെ വക നടക്കട്ടെ പള്ളിയിൽ. അതിലെത്ര പൈസ എന്നൊന്നും അവിടെ ഇല്ല.
അവിടെ ആ നോട്ടമൊന്നുമില്ല. പിന്നെ ഏറ്റവും വലുത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് മഹബത്തിന്റെ ഒരു അടയാളമാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പൊ അതുകൊണ്ട് വർത്താനമൊന്നുമില്ല. എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പോ ഇനി വർത്താനമൊന്നുമില്ല. അത് മഹബത്താണ്, സ്നേഹ. ഇപ്പൊ നമ്മളെ മോള് ഗൾഫിലേക്ക് പോകും, ഒരു ബസ്സിൽ കയറ്റി വിട്ടോട്ടാൻ പറ്റും. ഇങ്ങനെ കാറും പിടിച്ചു പോകുന്നു, അതൊരു സ്നേഹം. നമ്മളെ വ്യാപിള വരുന്നു, ഓളെ നിന്നെ കൂട്ടാൻ ഓരോട് വിളിച്ചു പറഞ്ഞാൽ പോലെ, നിങ്ങൾ അടുത്ത ബസ്സിലേക്ക് കിട്ടിയത് പെൻസലോറിലേക്ക് പോരി എന്ന് പറഞ്ഞാൽ പോലെ. അതൊരു മഹബത്താണ്, ഒരു സ്നേഹത്തിന് വർത്താനില്ല. അതെന്തും ചെയ്യും അവിടെ. പിന്നെ നമുക്ക് അവിടെ വേറെ ചിന്തകളൊന്നുമില്ല. സ്നേഹമുണ്ടോ അവിടെ ചോദ്യമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ നടത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ആമുഖങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു. ഹിജ്രിയ്യ അതെങ്ങനെ ഉണ്ടായി, ആരാണ് ഉണ്ടാക്കിയത്, ആ ഉണ്ടാക്കിയ മഹാൻ ആരാണ്, ഖുർആന കാലഘട്ടക്കാരനാണ്, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടക്കാരനാണ്, ശാഫിഈ മദ്ഹബുകാരനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് വേഗം ബൈത്തിലേക്ക് കടക്കാം. സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അല്ലാഹുവിൽ നിന്നുള്ള ബഹുമാനമുള്ള പ്രത്യേകമായ റഹ്മത്ത്, കാരുണ്യം, അല്ലാഹുവിൽ നിന്നുള്ള രക്ഷയും, ഏറ്റവും നല്ല അഭിവാദ്യവും, അതൊക്കെ അലൽ മുസ്തഫ, മുസ്തഫായ തങ്ങളുടെ മേലുണ്ടാവട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ട അൽ മുഖ്താർ, പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. ഖൈറിൽ ബരിയത്തി, സൃഷ്ടികളിൽ ഖൈറായ ഏറ്റവും ഉത്തമനായ അല്ലാഹുവിന്റെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. ഖൈർ അഖീറാണ്, ഇസ്മു തഫ്ലീലാണ്, അതിന്റെ ഹംസയെ കളയപ്പെട്ടതാണ്. ഖൈറായ, ഏറ്റവും ഖൈറായ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ഒരു സ്വലാത്ത് എല്ലിയ 10 കൂലിയ, ഒരു സ്വലാത്ത് നമ്മൾ ഈ ഒരു ബൈത്ത് എല്ലിയ 10 പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. ഒരു ബൈത്ത് നമ്മൾ ഈ സ്വലാത്തും തസ്ലീമും ചെല്ലുമ്പോൾ അങ്ങനെ ഓരോന്നും സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വഖുറുജി, അതൊരു സ്വലാത്താണ്. വേറെ നമ്മൾ ജവാബായിട്ട് ചെല്ലുന്ന വേഗം സമയമില്ല, ആ കൊടുത്താൽ നിർത്തണം. ആ മൂല നമ്മള് നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. വേറെ സലാത്തും തസ്ലീമും നമ്മളിപ്പം പറഞ്ഞു. ഇനി ഇതല്ലാത്ത യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഇനിയില്ല, കഴിഞ്ഞ സ്വലാത്തും തസ്ലീമും കഴിഞ്ഞല്ലേ. അപ്പൊ ഇതെല്ലാം സ്വലാത്താണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. ജവാബ് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാം, നമ്മളെ മൗലിദ് ചൊല്ലുമ്പോൾ ജവാബ് നന്നായി ചൊല്ലണം. അത് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ കൂലി നമുക്ക് കിട്ടുകയാണ്. അതിൽ ഒന്നാമത്തെ ബൈത്ത് സ്വല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു അലൽ ഉലാ മുതബവ്വഉ. ഉസ്വല്ലി, ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു. മഹാനവറുകൾ പറയുകയാണ്, ഉസ്വല്ലി, ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്തൻ, ഞാനൊരു സ്വലാത്ത് ചൊല്ലുന്നു. എങ്ങനത്തെ സ്വലാത്ത്? തംലഉൽ അർള വസ്സമാ, ആകാശവും ഭൂമിയെയും നിറക്കുന്ന സ്വലാത്ത് ഞാൻ ചൊല്ലുന്നു. ആകാശവും ഭൂമിയും നിറക്കുന്ന, അത്രമാത്രം വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാനവറുകളുടെ പൂതി, സ്വലാത്തിനോടുള്ള അങ്ങേയറ്റത്തെ പൂതി കൊണ്ട് പറയാം. ആകാശത്തെ ഒരു പാത്രമായി തശ്ബീഹാക്കി, ആകാശത്തെയും ഭൂമിയെയും ഒരു പാത്രമാക്കി, എന്നിട്ട് ആ പാത്രത്തിന്റെ ഉള്ളിൽ നിറയെ ഞാനിതാ സ്വലാത്ത് ചൊല്ലുന്നു. ഇതേ വാചകം നമ്മൾ നിസ്കാരത്തിലൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇജ്തിദാലില് റബ്ബന ലക്കൽ ഹംദു, പടച്ചോനെ നിനക്കാണ് ഹംദ്. എത്ര? മിൽഅസ് സമാവാതി വമിൽഅൽ അർദി,
ആകാശവും ഭൂമിയും നിറയെ നബി നമ്മളെ കൊണ്ടാവുക. ആകാശം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, പക്ഷെ അത് നമ്മളെ മോഹം പറയാൻ. പക്ഷേ നിനക്ക് അത്രമാത്രം ഹംദുണ്ട്, ആകാശവും ഭൂമി നിറച്ചു നിനക്ക് ഹംദുണ്ട്, നമ്മളെ ഭൂതി പറയാൻ. അതിന്റെ ശേഷം ഇങ്ങനെ നിർത്തിയിട്ടില്ല. ആകാശവും ഭൂമിക്ക് ശേഷം നിന്റെ പടപ്പിൽ എന്തൊക്കെ ഉണ്ടോ അത് നിറയെ നിനക്കാണ് ഹംദ്. ആ ഒരു ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചത്. ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ദുആർക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാണ് സർവസ്തുതി. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ, അവന്റെ നിഅമത്തുകളോട് കടപിടിക്കുന്ന രൂപത്തിലുള്ള ഹംദ് അതെന്തായാലും നടക്കൂല. അള്ളാന്റെ നിയമത്തിന് നമുക്ക് ഹംദ് ചെയ്ത് തീർക്കൂല. പക്ഷെ നമ്മളെ പൂതി പറഞ്ഞതാണ് അപ്പൊ ആ ഒരു ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചത്. അപ്പൊ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു ആരുടെ മേൽ? അലാമൻ, ഒരുത്തന്റെ മേൽ. എങ്ങനത്തെ ഒരുത്തനാണ്? ലഹു, ആ ഒരുത്തനിക്കുണ്ട് അലൽ ഉലാ, ഉന്നതമായ സ്ഥാനമുണ്ട്. അലൽ ഉലാ, ആ ഒരുത്തനിക്ക് ഉന്നതമായ സ്ഥാനമാകുന്നത് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു. അതാരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അപ്പൊ തങ്ങളെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ കണ്ടില്ല നിങ്ങൾ, അതിപ്പോ ഒരു വരിയാണ്, അത് ഹംസ കൊണ്ടാണ് തുടങ്ങിയത്. ഹംസയാണല്ലോ. ആ വരിയുടെ അവസാനിക്കുന്നതും ഹംസയാണ്. കണ്ട എന്താണ് അവരെയൊക്കെ കഴിവ്. അങ്ങനെയല്ലോ നമുക്ക് അങ്ങനെ ഒരു വൈത്ത് ഉണ്ടാക്കാൻ കഴിയും. ഹംസ കൊണ്ട് തുടങ്ങുക, ഹംസ കൊണ്ട് അവസാനിക്കുക. ഇനി എല്ലാ വൈത്തുകളും നോക്കോ. ഇനി ഇതേപോലെ ബാ കൊണ്ട് തുടങ്ങുക, ബാവുമൽ അവസാനിക്കുക. താ കൊണ്ട് തുടങ്ങുക, താവുമൽ അവസാനിക്കുക. അപ്പൊ ഇവിടെ ഒരു വൈത്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വൈത്ത്. ആ നബിതങ്ങളെ നിയോഗിക്കപ്പെട്ടു, നിർത്തപ്പെട്ടു. മുഖാമൻ, ഒരു സ്ഥാനത്ത്. എങ്ങനത്തെ സ്ഥാനമാണ്? ലം യുഖം ഫീഹി മുർസലു, ഒരു നബിയെ ഒരു മുർസലീങ്ങൾക്കും നൽകപ്പെടാത്ത അത്രയും പവറുള്ള ഒരു സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടു. ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത, ഒക്കെ നമ്മൾ വിശദീകരിക്കാൻ നിന്നാൽ കുറെ ചരിത്രങ്ങളൊക്കെ പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയി കാനാസ്വാറ അസ്ബഹ അംസ. ആ അംസയാണ് ഈ അംസ. നിങ്ങൾക്ക് തിരിയൂല അതേതാ അംസ. അത് ഗ്രാമർ പഠിച്ചവർക്ക് തിരിയും. നിങ്ങൾ വിചാരിക്കും അപ്പുറത്തെ പുറക്കുള്ള അംസയാണ്. ഇത് നഹ്വിന്റെ ഒരു ഗ്രാമർ ഉണ്ട്. കാന, സ്വാറ, അസ്ബഹ, അംസ. ആ അംസയാണ്. നിങ്ങൾ വിചാരിക്കണ്ട വലിയ റൂമിൽ വന്നിട്ട് ചോദിക്കണ്ട അതേത് അംസ എന്നുള്ള. ഇത് വേറെ അംസയാണ്. ജലാലിന്റെ മറകൾ, എല്ലാ ജലാലിയത്തിന്റെ മറകളും ആയി താഴ്ത്തി വെക്കപ്പെടുന്നതായി മുത്തുനബിയുടെ മുന്നിൽ. അവിടെ പിന്നെ ജലാലിന്റെ മറയൊന്നുമില്ല, ഗാംഭീര്യതയൊന്നുമില്ല. എല്ലാം അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ അവിടെ താഴ്ത്തി വെക്കപ്പെട്ടു. എന്താണ് പറഞ്ഞത്? ആ പറഞ്ഞതിന്റെ അർത്ഥം തന്നെയാണ് ശേഷം പറയുന്നത്. ഒന്നുകൂടി നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറയാം. അള്ളാഹുവിന്റെ അടുക്കലേക്ക് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജ് യാത്ര നടത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോയി. ഒരാൾക്കും കിട്ടാത്തൊരു സ്ഥാനമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചിരുന്നു, ഞാൻ കുറച്ചേരം എന്നോട് വർത്താനം പറയട്ടെ. അല്ലാഹു പറഞ്ഞു, മൂസാ എന്നെ കൊണ്ടാവില്ല, എല്ലാവർക്കും ഒന്ന് പറയണം കുറച്ചേരം. കാണാനല്ലട്ടോ പറഞ്ഞത്, സംസാരിക്കാനാണ്. അന്നേരം പറഞ്ഞു ഇല്ല എന്നെ കൊണ്ടാവില്ല എന്നല്ല പറഞ്ഞു. പക്ഷെ ബുദ്ധി കൊണ്ട് പിന്നെയും പറയും. അപ്പൊ ചെറിയൊരു നൂറ് അള്ളാഹുവിന്റെ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും തന്നെ ബോധരഹിതനായി. അള്ളാഹുന്റെ ഹബീബ് നേരെ ഡയറക്റ്റ് പോവുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.
അവിടെ പിന്നെ ജലാലിന്റെ ഒരു മറയും അവിടെ ഇല്ല, എല്ലാം ഓപ്പണാണ്. ചില ആളുകൾ എയർപോർട്ടിൽ പോയാൽ കണ്ടില്ല, എല്ലാം ഓപ്പണാണ്. അവിടെ പിന്നെ ജലാലൊന്നും ഇല്ല, അവിടെ അങ്ങ് പോകൂടലാണ്. അവിടെ ക്യൂ നിൽക്കണ്ടില്ല, ഒരൊറ്റ പോക്ക്, ഒരു ജലാലും അവിടെ ഇല്ല. അല്ലെങ്കിൽ ചില പോലീസ് ഇങ്ങനെ പേടിപ്പിച്ചാൽ ഇതൊന്നുമില്ല, അങ്ങ് പോകൂടലാണ്. അങ്ങനെ അങ്ങ് പോന്നാണ് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ ഏതായാലും ജലാലൊന്നും അവിടെ ഇല്ല. എന്നിട്ട് അടുത്ത മൂന്നാമത്തെ വരിയിൽ, ആ വരിയിൽ കണ്ടില്ല നിങ്ങൾ, ഉദീമ ഹംസ കൊണ്ട് തുടങ്ങി തുവത്തഉ ഹംസ കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടു. ഇനി മൂന്നാമത്തെ വരി, ഇലൽ അർശി വൽ കുർസി അഹ്മദു ഖദ്ദന വനൂറുഹുമാ മിൻ നൂരിഹി യതലഅലു സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യത്തിൻ അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി. ആ ജലാലിന്റെ മറകളൊക്കെ താഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അത് വിശദീകരിക്കുകയാണ്. ഇലൽ അർശി, അർശിലേക്കും വൽ കുർസിയി, കുർസിയിലേക്കും അഹ്മദു, അത് മുത്തുനബിയുടെ പേരാണ്. അഹ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഖദ്ദന, നബി തങ്ങൾ അടുത്തു. ഖദ്ദന അഹ്മദു ഇലൽ അർശി വൽ കുർസി, നേരെ അർശിലേക്ക്. അവിടെ അഭിപ്രായമുണ്ട്, മിറാജിൽ പോയ സമയത്ത് അർശിലെത്തിയിട്ടുണ്ടോ? പ്രബലമായത് അർശും കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ മുഅ്മിനീങ്ങളെ അർശ് എന്ന് പറഞ്ഞാൽ അറിയോ? അർശിന് ആർക്കും തിരിഞ്ഞിട്ടില്ല, നബിതങ്ങൾക്കല്ലാതെ. കുർസിന്റെ വലിപ്പം പറഞ്ഞാൽ ചെറുതാണ്. കുർസി എന്ന് അറബിയിൽ എന്തിനാ പറയാന്നാ, ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോ, അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം, അതിന്റെ നേരെ മാന അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് ഖുർആനിൽ കാണാം. അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസന. അപ്പൊ ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ കാല് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധനത്തിനാണ് ഇവിടെ കുർസി എന്ന് പറയുന്നത്. ആ കുർസിന്റെ വലിപ്പം ചെറിയ വലിപ്പേ ഉള്ളൂ. 7 ആകാശവും 7 ഭൂമിയും എത്രയുണ്ടോ അതിനെക്കാളും വലിപ്പമുണ്ട് കുർസി. അപ്പൊ ചെറുതല്ലേ ഉള്ളൂ. അപ്പൊ കുർസിയിനെക്കാളും വലിപ്പമാണ്, പറയാൻ കഴിയില്ല ഈ അർശ്. അത് എത്ര എന്ന് പറയാൻ കഴിയില്ല, അത്ര വലിപ്പമുള്ളതാണ് അർശ്. അല്ലാഹുവിന്റെ പടപ്പാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അലീം. അലീമായ അർശിന്റെ റബ്ബാണ് നമ്മുടെ റബ്ബ്. എന്തിനാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്? ഇത്ര വലിയ റബ്ബിന്റെ ഒരു സാധുവായ അടിമയാണ് ഞാൻ. എനിക്കൊരു അഹങ്കാരോ ഒന്നും എന്റെ കൽവിൽ വരാൻ എനിക്ക് പറ്റൂല. അള്ളയാണ് വലിയവൻ. അല്ലാഹു നമ്മളെ കൽബ് വിനയമുള്ള കൽബാക്കി തരട്ടെ, വിനയമുള്ള കൽബാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, ആ അർശിലേക്കും കുർസിയിലേക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദ്ദന, അവിടുന്ന് അടുത്തു. വനൂറുഹുമാ മിൻ നൂരിഹി യതലഅലു, വനൂറുഹുമാ, ആ അർശും കുർസിയും അത് രണ്ടിന്റെയും പ്രകാശമാകുന്നത് മിൻ നൂരിഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറിന്റെ കാരണത്താൽ, ആ മുത്തുനബിയുടെ പ്രകാശത്തിന്റെ കാരണത്താൽ ഈ അർശും കുർസിയും അതിങ്ങനെ പ്രകാശപൂരിതമാവുകയാണ്. അർശും കുർസിയും പ്രകാശിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം, നൂറ്. അതൊക്കെ വിശദീകരിക്കുമ്പോ നമ്മളെ ക്ലാസ് എവിടെ എത്തൂല. നമുക്ക് വേഗം വേഗം പറഞ്ഞു പോകാൻ, രാവിലെ തഫ്സീർ എടുക്കും പോലെ, അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ് ഈ മജ്ലിസിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സിയം വലിയുള്ള മദീനത്ത് പോയാലോ, അവിടെ നിന്ന് ഇങ്ങനെ സിയാറത്തിന് പോയപ്പോ അവിടുത്തെ ഒരു നൂറ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറ്, അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട നൂറ് അങ്ങോട്ട് ഡയറക്റ്റ് കിട്ടിയപ്പോ മഹാനവറുകളെന്ന് ബോധം കെട്ട് വീണുപോയി എന്നാണ്. അതൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് മഹാന്മാർ. നമുക്കതങ്ങനെ പറയാന്നല്ല. നമ്മളൊക്കെ പോയ മദീനത്തെ പള്ളിയിലെ പച്ചക്കുപ്പയും അവിടുത്തെ മിനാരവും അവിടുത്തെ സൗന്ദര്യവും അതൊക്കെയാണ് നമുക്ക് കൂടുതൽ നോക്കാനുള്ളത്. നോക്കണം, നല്ല തന്നെ. നമ്മൾ അജ്മീറിൽ പോയാൽ നമ്മൾ കാണാൻ കുറേ മറകളുണ്ടാവും. അവിടെ വലിയ പള്ളി, അതിന്റെ ഇപ്പുറത്ത് കുറെ ആൾക്കാർ, ഇപ്പുറത്ത് വിശാലമായ സ്ഥലം, അവിടെ കുറെ കച്ചവടക്കാര്, മോതിരം വെക്കുന്നവര്, അത് വെക്കുന്നവര്, ഇത് വെക്കുന്നവര്. നമ്മളെ ഉദ്ദേശം പല നിലക്കും ഹിജാബിടപ്പെടുകയാണ് അവിടെ. നമ്മൾ പോയതിന്റെ മൈൻ ഉദ്ദേശം മറന്നുപോയി. നമ്മൾ പോയിട്ട് ഇതെല്ലാം കാണുമ്പോ നമ്മളെ മൈൻ ഉദ്ദേശം എന്താണ്? ഇവിടെ കിടക്കുന്ന ഒരു വലിയുണ്ട്,
ആ വലിയിലേക്ക് നമ്മളെ കൽബ് പോകുന്നതിന് പകരം പലതിലേക്കും നമ്മളെ കണ്ണുപോയി നമ്മളെ ശ്രദ്ധ പോയി അങ്ങനെയല്ലല്ലോ. ആ പോയത് എന്തിനാണ്? അവിടെ കിടക്കുന്ന മഹാന്റെ അടുത്തേക്ക് പോയതാണ്. അവിടുന്നുള്ള വർക്കത്തും ഐശ്വര്യവും ആ സന്തോഷമൊക്കെ കിട്ടാനാണ്. മഹാന്മാര് പോയാൽ നേരെ കറക്റ്റ് ഡയറക്റ്റ് അങ്ങോട്ട് കയറി അവരെ കൽബ് അതിലേക്ക് അങ്ങ് ലയിച്ചു. അപ്പുറത്ത് പിന്നെ എന്തുണ്ട് എന്നുള്ളതിലേക്ക് നോട്ടമില്ല. നമ്മളെ കൽബ് നന്നാക്കി